ഫ്രണ്ട്സ്, വെൽക്കം ടു റിമാസ് കിച്ചൻ. അപ്പോൾ നമ്മുടെ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു നാടൻ ചിക്കൻ റോസ്റ്റാണ്. നമുക്ക് ക്രിസ്മസിനൊക്കെ അപ്പം വെള്ളയപ്പൊക്കെ ഒക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു ചിക്കൻ റോസ്റ്റാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, വളരെ ഈസിയാണ്. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് പറയണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ പറയണം സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഒരു വലിയ താങ്ക്സ് ഉണ്ട്. വീഡിയോ കാണുക, എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് പറയാം. ഓക്കെ, നമ്മളിവിടെ ഇന്ന് ഒരു നല്ല ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾ ഇവിടെ ചിക്കൻ ഒരു മീഡിയം പീസസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒന്നാ തീരെ ചെറുതുമല്ല, എന്നാൽ ഒരു മീഡിയം പീസായിട്ട്. നമ്മൾ ഒത്തിരി വലിയ പീസ് എടുത്തില്ല. നമ്മൾ നല്ല കുഴഞ്ഞ് നല്ല ഗ്രേവിയിൽ ഇങ്ങനെ കോട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ചെറിയ പീസസ് ആകുമ്പോൾ പെട്ടെന്ന് കുക്കിങ് നടക്കുകയും ചെയ്യും, അതുപോലെ മസാല നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ കഴുകി റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ നമ്മുടെ ചിക്കൻ റോസ്റ്റിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവോള ഒരെണ്ണം, പിന്നെ ഒരു പകുതി ഒരു 1.5 സവോള. ഇവിടെ ഇഞ്ചി നന്നായിട്ട് ചേർക്കണം, എന്നാലും നമ്മുടെ ചിക്കൻ രുചി എടുത്ത് നിൽക്കണം. പിന്നെ കുറച്ച് കൊച്ചുള്ളി, പിന്നെ ഞാനിവിടെ കുരുമുളക് പൊടിയും പച്ചമുളകും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, എൻ്റെ കയ്യിലുള്ള നല്ല എരിവുള്ള പച്ചമുളകാണ്, ഞാൻ അതിലൊരു 3 എണ്ണം എടുക്കുന്നുണ്ട്. സവാള ഞാനിവിടെ സ്ലൈസസ് ആയിട്ടാണ് മുറിക്കുന്നത്. നന്നായിട്ട് ഇത് വഴന്ന് വരുമ്പം ഇത് കുറച്ചേ കാണുള്ളൂ. നമ്മളിപ്പോൾ മുറിക്കുമ്പോൾ ഒരുപാട് തോന്നും, പക്ഷെ നന്നായിട്ട് വഴന്ന് നല്ല മസാല വേണമെങ്കിൽ ഇച്ചിരി സവോള ഏറെ ഇടണം. ഇവിടെ കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ അമ്മച്ചിമാർ നല്ല ഇറച്ചിയൊക്കെ ആണെങ്കിൽ കൊച്ചുള്ളി എടുത്ത് കൂടുതലിട്ടായിരുന്നു ഉണ്ടാക്കുന്നത്, അപ്പോഴായിരുന്നു കൂടുതൽ ടേസ്റ്റ്. ഇവിടെ പച്ചമുളക് ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 3 എണ്ണം എടുത്തിട്ടുള്ളൂ. എരിവ് കുറവുള്ളതാണെങ്കിൽ ഒരു 5 എണ്ണം വരെ എടുക്കാം. പിന്നെ ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിയണം. ഇഞ്ചി പേസ്റ്റായിട്ട് ചേർക്കുന്നതിന് നല്ല പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ എടുത്ത് നിൽക്കും. പിന്നെ നമ്മളിവിടെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ തക്കാളി ചേർക്കുന്നില്ല, അതിന് പകരം ഞാനിവിടെ നാരങ്ങ നീരാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്കത് ചൂസ് ചെയ്യാം, നാരങ്ങ നീര് വേണോ വിനിഗർ വേണോ തക്കാളി വേണോ നിങ്ങളുടെ ഇഷ്ടം. ഞാനിവിടെ ഇച്ചിരി നല്ല നാരങ്ങ നീര് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു വലിയ നാരങ്ങയുടെ പകുതി. ഇതൊരു 1.5 ടേബിൾ സ്പൂൺ കാണും. അപ്പോൾ അതാണ് ഒഴിക്കുന്നത്. ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞ് കൊടുക്കുക. സവോള അങ്ങനെയുള്ള ഇഞ്ചി പച്ചമുളക് എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് അടുത്ത നമ്മുടെ സ്റ്റെപ്പ് നമ്മുടെ ഗരം മസാല പൊടിച്ചെടുക്കുകയാണ്. നല്ല ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുമ്പോഴായിരിക്കും ആ ഒരു ടേസ്റ്റ് എടുത്ത് നിൽക്കുന്നത്. അപ്പം ഞാനിവിടെ കറുവാപ്പട്ട ഇട്ടു, കുറച്ച് ഏലക്ക ഇട്ടു. ഇനി ഞാൻ അതുപോലെ കുറച്ച് ഗ്രാമ്പൂ ഇടുകയാണ്. എല്ലാം ഒരു നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. പിന്നെ കുറച്ചേറെ അധികം കുരുമുളകും കൂടി ഇട്ട് നമുക്ക് നമ്മുടെ ഈ ഇറച്ചിക്കൂട്ട് പൊടിച്ച് വെക്കാം. ഞാനിവിടെ ഇറച്ചിക്കൂട്ട് ചൂടാക്കി പൊടിക്കുന്നില്ല, കാരണം നമ്മളിത് പൊടിച്ച് കഴിഞ്ഞ് നേരെ നമ്മൾ എണ്ണയിലോട്ടാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ ചൂടായിക്കോളും. അപ്പം ഇത് അടുത്ത സ്റ്റെപ്പ്, നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുക്കും. നമ്മളിവിടെ ഏലക്ക ഗ്രാമ്പൂ കറുവാപ്പട്ട കുരുമുളക് ഇത്ര ഇട്ടിട്ടുള്ളൂ. നമുക്ക് പെരിഞ്ജീരകമോ അല്ലെങ്കിൽ തക്കോലോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇത്രയും മാത്രം മതി നമ്മുടെ ഗരം മസാല. അപ്പോൾ നമുക്ക് ഇത് അടച്ചു തന്നെ വെക്കാം, അതിൻ്റെ ആ സ്മെല്ലൊന്നും പോവാതെ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്, നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് മുഴുവനായിട്ടുണ്ടെങ്കിൽ അങ്ങനെ അരയ്ക്കാം. ഇല്ലെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് കലക്കി വെക്കണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അടുത്ത മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. ഇത് നല്ല കളറുണ്ട്, എന്നാൽ എരി അത്യാവശ്യം നല്ല കുറവാണ്. അപ്പം നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ബിരിയാണി മുളക് പൊടി എടുത്തു. ഇവിടെ എരിക്കായിട്ട് ഞാൻ പച്ചമുളകും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ റോസ്റ്റിനൊരു നല്ല കളർ വേണം, അതിന് ഞാനിവിടെ മുളക് പൊടി എടുത്തു. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇനി ഇത് 3ഉം കൂടെ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റാക്കി വയ്ക്കണം. പേസ്റ്റാക്കിയിട്ടാണ് നമ്മൾ അതോട് ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിലിട്ട് നന്നായിട്ട് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറ്റിയെടുക്കാം. നമ്മുടെ
പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ റോസ്റ്റ് ഇച്ചിരി അത്യാവശ്യം നല്ല സ്പൈസിയാണ്. ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇച്ചിരി നല്ല സ്പൈസി ആയിട്ട് ചിക്കൻ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി നോക്കണം നിങ്ങളും. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ലതായിട്ട് അടിപൊളിയായിട്ട് കഴിക്കാവുന്നേ ഉള്ളൂ. പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളപ്പോൾ ഇവിടെ ഒരു കിലോ ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണ വേണ്ട, ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നല്ല വെളിച്ചെണ്ണയാകുമ്പോൾ നാടൻ ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കും. പാൻ നന്നായിട്ട് ചൂടാക്കി എടുക്കുകയാണ്. ഇനി അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ നാടൻ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളകും അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള എല്ലാം ഇട്ട് കൊടുക്കാം. പതിയെ പതിയെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മളിവിടെ വെളുത്തുള്ളി എടുക്കുന്നില്ല, അതിന് പകരം നമ്മൾ ഇഞ്ചി കൂടുതലാണ് ചേർത്തേക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് നല്ലൊരു ഗോൾഡൻ കളറാണ്. ഗോൾഡൻ കളർ മൊരിയരുത്, നല്ല വഴന്ന് അതിൻ്റെ ആ ഒരു പച്ചയെല്ലാം മാറി നല്ല വഴന്ന് വരണം. നമ്മൾ സവാള ഇട്ട് കൊടുക്കാം. തീ കൂട്ടി വെച്ച് ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി എടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിവിടെ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ മതി ഈ സവാള എല്ലാം മൂത്ത് വരാനായിട്ട്. പിന്നെ ചിക്കൻ ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഡ്രൈ ആയി തോന്നിയാൽ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് പെട്ടെന്ന് വഴന്നിട്ടാനായിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് സവാള ഒരുപാട് തോന്നിയാലും ഇത് വഴന്ന് വരുമ്പോൾ ആ കുറച്ചേ കാണത്തുള്ളൂ. നമ്മുടെ ആ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ളതേ ഉള്ളൂ. ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ കറിയുടെ പ്രത്യേകം നമ്മൾ അടച്ച് വേവിക്കുന്നേ ഇല്ല. എല്ലാം നമ്മളിങ്ങനെ തുറന്ന് ഇളക്കി കൊടുത്ത് ഒരു സ്ലോ കുക്കിംഗ് പ്രോസസ്സാണ്. പക്ഷേ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ സവോളയും പച്ചമുളകും ഇഞ്ചി എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമ്മൾ ഇട്ടതിൻ്റെ നേരെ പകുതി ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും ഗ്രാമ്പൂ ഏലക്ക പട്ട അതെല്ലാം കൂടെയുള്ള മിക്സ് നമുക്ക് ഡയറക്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടിച്ചേക്കുന്ന ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്, നമുക്കിവിടെ 2 ടേബിൾ സ്പൂൺ മതി. 2 ടേബിൾ സ്പൂൺ അതിട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ നല്ല ചൂടായി കിടക്കുന്ന ഈ ഉള്ളിയിലും ഈ എണ്ണയിൽ അതിൻ്റെ ആ മൂപ്പിച്ച് നല്ല അതിൻ്റെ മൂപ്പ് മണം വരണം. നമ്മളിത് നേരത്തെ ചൂടാക്കാതെ പൊടിച്ചതുകൊണ്ട് ഈ എണ്ണയിലിട്ട് നന്നായിട്ട് അത് മൂക്കട്ടെ. ചൂട് എണ്ണയിലോട്ട് കിടക്കുമ്പോഴത്തേന് പെട്ടെന്ന് മൂത്ത് കിട്ടും. നമ്മുടെ കയ്യിൽ ഉരുളി അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ നാടൻ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി രസമായിരിക്കും ഉണ്ടാക്കാൻ. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയാലും നല്ല രസമാണ് ഇത് ഉണ്ടാക്കി വരുമ്പോൾ. ഇട്ട മിക്സ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തീ ഏറ്റവും ലോയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിനകത്തോട്ട് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 3 ടേബിൾ സ്പൂൺ ഉണ്ട് എല്ലാം കൂടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനകത്തോട്ട് നമുക്ക് ഒരു പാത്രം ഒന്ന് കഴുകി ഒഴിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ഒക്കെ പച്ചമണം മാറി നന്നായിട്ട് മൂത്ത് വരണം. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇറച്ചിക്കൂട്ടും എല്ലാം ഉണ്ട്. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മൂത്ത് വറ്റി നല്ലതായിട്ടൊന്ന് മൂത്ത് നല്ല പേസ്റ്റ് ആയിട്ട് വേണം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ. പച്ചമണം മാറാതെ ചിക്കൻ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി മാറിപ്പോവും. നമ്മൾ ഇട്ട ആ ഒരു പ്രൊസീജിയർ ആയിരിക്കത്തില്ല. എണ്ണയിൽ നല്ലതായിട്ടൊന്ന് വഴറ്റി എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ മൂപ്പ് കറക്റ്റ് ആയിക്കോളും.
നമ്മൾ ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ആ എണ്ണമയമൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കണം. വലിയ പീസസ് ആണെങ്കിൽ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ ഇപ്പം നമ്മൾ തീരെ ലോയിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മീഡിയത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് ഇളക്കി ചിക്കനിൽ മൊത്തം മസാല പിടിക്കണം. നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുന്നേയില്ല, നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മസാല എല്ലാം നന്നായിട്ട് പിടിക്കണം. എന്നിട്ട് ഇതിനകത്തുനിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ ഇതൊരു 5 മിനിറ്റ് വെള്ളം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേന് ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങും. എന്നിട്ട് നല്ലതായിട്ട് ഒന്നിൻ്റെ മസാല പിടിച്ച് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം വേകാനായിട്ട്. ഇത് ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വേവ് കിട്ടും. ഒരു അരമണിക്കൂർ കുക്കിംഗ് മതി. അപ്പോൾ നാടൻ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേവ് കൂടുതലാണ്. അല്ല, അതിൻ്റെ പ്രൊസീജിയറും വ്യത്യാസമാണ്, നല്ല രുചിയും വ്യത്യാസമായിരിക്കും. നമ്മുടെ വിദേശത്തൊക്കെ ഉള്ളവർക്ക് ബ്രോയിലർ ചിക്കനിൽ നമ്മുടെ നാടൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഉപ്പ് നോക്കാൻ മറക്കല്ല. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ നാരങ്ങ നീര് ഇതുവരെ ചേർത്തിട്ടില്ല. നമുക്കൊരു 3/4 വേവാകുമ്പോൾ ചേർത്താൽ മതി. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തു. ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നല്ല വെളിച്ചെണ്ണയിലാകുമ്പോൾ ആ ടേസ്റ്റും കറക്റ്റായിരിക്കും. മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിം ആക്കരുത്, മീഡിയം ഫ്ലെയിമിൽ ഇത് വെന്ത് വരണം. ചിക്കനിൽ നിന്ന് വെള്ളം ചെറുതായിട്ട് വെള്ളമായി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എണ്ണ കുറവെന്ന് തോന്നിയാൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വേകും. ഒന്ന് ആവി കൊണ്ടാൽ വേകുന്ന ചിക്കനല്ല നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്നത്. ഇപ്പം തന്നെ ഉണ്ട്, വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കെല്ലാം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മസാല അങ്ങോട്ട് പിടിക്കട്ടെ നല്ലതായിട്ട്. നമുക്കിനി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇത്രയും മതി നമ്മുടെ ചിക്കൻ റോസ്റ്റിന് നമ്മൾ ഒഴിക്കുന്ന വെള്ളം. ഇനി തീ ഒന്ന് ഇച്ചിരി കൂട്ടി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ വെള്ളത്തിൽ കിടന്ന മസാലയും ഒക്കെ ഒന്ന് ചിക്കനോട് ചേർന്ന് പിടിച്ച് നല്ല കൊഴുത്ത് വരട്ടെ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ഇതൊരു 1 ടേബിൾ സ്പൂൺ 1.25 ടേബിൾ സ്പൂൺ കാണും. അതൊന്ന് ഒഴിച്ച് കൊടുക്കാം. തക്കാളി വിനീഗറും ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഒരു പുളിക്ക് വേണ്ടി ആ ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തു. ഇളക്കി കൊടുക്കുക. ചിക്കൻ ഇപ്പം തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഓൾറെഡി ഒരു പകുതിയോളം 3/4 വേവ് ആകുന്നു. പെട്ടെന്ന് വെന്ത് കിട്ടും ചിക്കൻ. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് നല്ല ഗ്രേവിയൊക്കെ നന്നായി പിടിച്ച് വെള്ളമൊക്കെ വറ്റി നല്ലൊരു കൊഴുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നാൽ ഡ്രൈ ആയി പോകല്ലോ. ഇച്ചിരി വെളിച്ചെണ്ണയോടെ ഒഴിച്ച് കൊടുത്തു. ഞാൻ ഇടയ്ക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നുകൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് കുക്കായി വരട്ടെ. നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മുരി മസാല എല്ലാം നല്ലതായിട്ട് പിടിച്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കള്ളപ്പം, പാലപ്പം, അതുപോലെ വട്ടയപ്പം, നെയ്ച്ചോറ് എല്ലാത്തിനെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇതാണ് ക്രിസ്മസിന് റീമാസ് കിച്ചൻ്റെ വക ഈ നാടൻ ചിക്കൻ റോസ്റ്റ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നല്ല മസാലയിലൊക്കെ പെരണ്ടിരിക്കുന്ന നല്ല അടിപൊളി റോസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് പറയാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.